ദൈവനാമത്തിന് മഹത്വം. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം. അമേരിക്കയിൽ നിന്ന് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിലായിരിക്കുന്നത്. ഒരാഴ്ചയിലെ 15 പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്. ക്രെഡിറ്റ് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുവാനും ഇന്ന് രാത്രികാലം ഒരു മീറ്റിങ്ങിൽ പെട്ടെന്ന് ചാടിക്കരുതാണ് ഞാൻ നിങ്ങളോടൊത്തായിരിക്കുന്നത്. ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം. ഇപ്പം എനിക്ക് 75 വയസ്സായി. ഈ പ്രായത്തിലും അനേക പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയിൽ 15 പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. 5 സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വചനം സംസാരിക്കുന്നതായിട്ട് ഹരിപ്പാട്ടിൽ നിന്ന് എൻ്റെ ഗ്രൂപ്പിലെ 15 പാട്ടുകാരുണ്ട്. 15 ഗ്രൂപ്പുകാരുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ഹരിപ്പാട്ടിൽ നിന്ന് പാടാൻ പോകുന്ന നമ്മുടെ ലിജിയും ഫെബിയായും. ഹരിപ്പാട് എന്ന ദിവസം നിന്നാണ്. നല്ല പാട്ടുകാരാണ് അവർ. 2-3 പാട്ട് പാടിയതിനു ശേഷം ഞാൻ ദൈവത്തിന് സംസാരിക്കും. ലിജി ആൻഡ് ഫെബിയ. ദൈവമക്കളെ ദൈവത്തിന് കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് ക്ഷണിച്ച ആൺപിസപ്പച്ചനും മറ്റു ദേവദാസന്മാരും ദൈവമക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ചില പാട്ടുകൾ ഞങ്ങൾ പാടാൻ പോവുകയാണ്. ചേരുമെൻ വീട്ടിൽ ഞാൻ
പാട്ടും കൂടി പാടണം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാടിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാടിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. അമേരിക്കയിൽ നിന്ന് ഈ പുതുവർഷത്തിൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സമയം ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയമാണ്. ഏത് സമയവും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് വചനം പങ്കിടാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മടിയില്ല. ഞാൻ ശുശ്രൂഷയിലായിട്ട് 56 വർഷമായി. 9 സഭയുടെ പാസ്റ്ററായിരുന്നു ഈ അറ്റ്ലാന്റയിൽ. ഇത് എൻ്റെ 9ാമത്തെ സഭയാണ്. ഇവിടെ ആയിട്ട് 25 വർഷമായി. എൻ്റെ വൈഫ് കഴിഞ്ഞ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഞാൻ സഭയുടെ ശുശ്രൂഷ പാസ്റ്റർ തോമസ് മാമിൻ്റെ മകൻ നബി മാമിനെ അത് ഏൽപ്പിച്ച് ഞാൻ അതിൻ്റെ രക്ഷാധികാരിയായി ഈ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 15 പ്ലാറ്റ്ഫോമിൽ ഒരു ആഴ്ച ക്ലാസ് എടുക്കുന്നു. ഞാനൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്. വൈകിട്ട് 12,000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ബൈബിൾ സ്കൂളാണ്. പവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതേക്കുറിച്ച് ആകെ അരമണിക്കൂർ എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കമായി പ്രാർത്ഥനയെക്കുറിച്ച് പല സബ്ജക്റ്റുകളാണ് ഞാൻ പലയിടത്തും എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് 101 സബ്ജക്റ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 5 സ്ഥലങ്ങളിൽ എടുക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസ യാത്രക്കാരെന്നുള്ള 40 വിഷയം. ഇങ്ങനെ പല വിഷയങ്ങളാണ് പലയിടത്തും എടുത്തുകൊണ്ടിരിക്കുന്നത്.
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു സബ്ജക്റ്റ് ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹരിപ്പാട്ടിൽ നിന്ന് പ്രിയ ലിജി എന്നെ വായനയിൽ സഹായിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോവുക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ ആ പാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുഖവരെ അധികം പറയാതെ ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കണം, ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഏത് നേരത്തും പ്രാർത്ഥിക്കണം. അതുപോലെ പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമാണ്. നമുക്ക് ആയുധങ്ങൾ ദൈവം എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നതിലെ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഇന്ന് രാത്രിക്കാലം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ്, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനമായി 3 വിഷയമുണ്ട്. 3 വിഷയം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. കഴിവതും പ്രിയപ്പെട്ട ഒരു വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട് സംസാരിപ്പാൻ തക്കണം സന്തോഷമുണ്ട്. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട്, എൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും ആൾക്കാർ വീഡിയോ ഓൺ ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങളെ കാണാൻ തക്കണം വളരെ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. 24 hours നടക്കുന്ന ഈ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനമായി 3 വിഷയമുണ്ടായിരിക്കും. നമ്മുടെ പിതാവായ യാക്കോബ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ആ 3 വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് യാക്കോബ് പ്രാർത്ഥിച്ചത്. യാക്കോബ് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഏശാവിനെ കബളിപ്പിച്ച് ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ വാങ്ങി യാക്കോബ് ഓടിപ്പോരുന്ന ഒരു സന്ദർഭമാണ്. താൻ സമാധാനമില്ലാത്തവനായി തൻ്റെ പിതാവിൽ നിന്ന് കബളിപ്പിച്ച് വാങ്ങിച്ചാണ്. ഏശാവിനെ ദൈവം ദേഷിച്ചെന്നും യാക്കോബിനെ സ്നേഹിച്ചുവെന്നും ദൈവത്തിന്റെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. അങ്ങനെ യാക്കോബ് സമാധാനമില്ലാതെ തൻ്റെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ താൻ അവിടുന്ന് ഓടിപ്പോരുന്ന സന്ദർഭത്തിൽ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി താൻ ക്ഷീണിതനായി ഒരു കല്ലെടുത്ത് തലനയായി വെച്ച് അവിടുന്ന് ഉറങ്ങി. ആ രാത്രി താൻ ദർശനം കണ്ടു. സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഗോവണി, അതിന്മേൽ യഹോവ നിൽക്കുന്നു. ആ ദൈവത്തിന് ദൂതന്മാർ ഗോവണി കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ യഹോവ തന്നോട് സംസാരിച്ചു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹത്തോടെ മടക്കി വരുത്തും. ഈ അനുഗ്രഹം തനിക്ക് ലഭിച്ചു. അങ്ങനെ താൻ രാവിലെ എഴുന്നേറ്റ് ഒരു നേർച്ച നടന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനും അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് താൻ അത് തലനയായി വെച്ച് കിടന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് ഒരു നേർച്ച നേർന്നു. ഈ യാത്രയിൽ യഹോവ എന്നോട് കൂടി ഇരിക്കുകയും കഴിപ്പാൻ എനിക്ക് ആഹാരവും ധരിപ്പാൻ വസ്ത്രം തരികയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിയ സ്ഥാനത്ത് യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണി. എനിക്ക് കിട്ടുന്നതിൽ സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കും. ഇതാണ് താൻ എടുത്ത തീരുമാനം. ഈ പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ദൈവം നമ്മളോട് ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരാമാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദുഃഖങ്ങൾ വിടുവിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. യാക്കോബ് 20 വർഷം പത്തനാരാമിൽ പോയി താമസിച്ചു. ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ പ്രാർത്ഥനയാണ് ഇന്നത്തെ എൻ്റെ വിഷയം. താൻ 20 വർഷം പത്തനാരാമിൽ താമസിച്ചു. ആദ്യത്തെ 7 വർഷം ഒരു കല്യാണത്തിന് വേണ്ടി, അടുത്ത 7 വർഷം ഒരു കല്യാണത്തിന് വേണ്ടി, അടുത്ത 6 വർഷം ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി താൻ ലാബാനെ സേവിച്ചു. രാത്രിയും പകലും ഓവർ ടൈം ചെയ്തൊരു വ്യക്തിയാണ് യാക്കോബ്. അതിന് തക്കതായ പ്രതിഫലം അമ്മായിയപ്പൻ കൊടുക്കുന്നുമില്ല. 10 പ്രാവശ്യം പ്രതിഫലം എടുത്ത് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ യാക്കോബ് ഇങ്ങനെ അവരെല്ലാവരോടും ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാബാന്റെ മക്കൾ പറഞ്ഞ ഒരു വാചകം യാക്കോബിനെ വളരെ വിഷമിപ്പിച്ചു. ഞങ്ങളുടെ അപ്പന്റെ മുതലുകൊണ്ടാണ് ഈ അങ്കിള് ഈ യാക്കോബ് ഈ മുതലെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു.
ലാബാൻ ചാരുകസേര ഇരിക്കുകയായിരുന്നു. യാക്കോബ് ലാബാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖം മുൻപേ ഇരുന്നത് പോലെ അല്ല, മുഖത്തിന് മാറ്റം. അപ്പോൾ തനിക്ക് വലിയ വിഷമം ഉണ്ടായി. ആ സമയത്ത് യഹോവ തന്നോട് അരുളി ചെയ്തു, യാക്കോബേ, നീ മടങ്ങിപ്പോ, നീ ബേഥേലിലേക്ക് മടങ്ങിപ്പോ. നീ എന്നോട് അവിടെ വെച്ച് നേർന്ന നേർച്ച നീ അത് പോയി നിറവേറ്റുക. നമ്മൾ പലപ്പോഴും പുതിയ വർഷത്തിലൊക്കെ ഓരോ സമർപ്പണം ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും അത് നിവർത്തിക്കാറില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് സമർപ്പിക്കുന്നുവോ, അതേ എന്ത് പ്രതിഷ്ഠിക്കുന്നുവോ, ദൈവം അത് രേഖപ്പെടുത്തുന്ന ദൈവമാണ്. 20 വർഷം മുമ്പ് യാക്കോബ് സമർപ്പിച്ച ഒരു സമർപ്പണം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയുമെന്നും ഞാൻ ദശാംശം കൊടുക്കുമെന്നും പറഞ്ഞ ഈ യാക്കോബ് തന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു വിചാരമില്ലാതെ താൻ 10 പൈസ പോലും ദശാംശം കൊടുത്താൽ കാണുവാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവം അവൻ പറഞ്ഞ വാക്കിനെ മറന്നില്ല. യാക്കോബേ, നീ എന്നോട് നേർന്ന നേർച്ച, നീ എന്നോട് എന്ത് പറഞ്ഞു, നീ ബേഥേലിലേക്ക് മടങ്ങിപ്പോവുക. അങ്ങനെ താൻ തൻ്റെ ഭാര്യമാരും തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ ഭൃത്യന്മാരും എല്ലാം ആയിട്ട് മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യാബോക്ക് കടവിന്റെ ഇരുത്ത് വന്നപ്പോൾ തനിക്കുള്ളവരെല്ലാം അക്കരെ കടത്തി യാക്കോബ് ഏകനായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിപ്പാൻ തക്കണം തന്നെത്താൻ വിധേയപ്പെടുത്തി കൊടുത്തൊരു സന്ദർഭം നമുക്കറിയാമല്ലോ. ആ രാത്രി ദൈവത്തിന്റെ ദൂതൻ തന്റെ അരികിലേക്ക് കടന്നു വന്നു, ഒരു മൽപ്പിടുത്തം നടത്തി. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. എന്നെ വിടുക, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മൽപ്പിടുത്തമാണ്. ആ പ്രാർത്ഥന ദൈവം അവനെ അനുഗ്രഹിച്ചു. നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. എൻ്റെ പേര് യാക്കോബ്. ഉടനെ കടന്നു വന്ന മുമ്പ് ഇവന്റെ അപ്പൻ യാക്കോബിന്റെ അപ്പൻ ഇസാക്ക് ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പം വാ തുറന്ന് കള്ളം പറഞ്ഞവനാ, ഞാൻ നിന്റെ മൂത്ത മകൻ ഏശാവ് എന്ന് പറഞ്ഞതാ. അത്രമാത്രം സൂത്രം പ്രയോഗിച്ചവനാ. ഇപ്പോൾ ദൈവമാണ് ചോദിക്കുന്നത്, അതെ നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ആ കണ്ണിലേക്ക് നോക്കിയ വേളയിൽ അഗ്നിജ്വാലിക്കത്ത കണ്ണുകൾ. ഇവിടെ എൻ്റെ വെളച്ചിൽ നടക്കുകയില്ല, ഇവിടെ എൻ്റെ സൂത്രം പ്രയോജനപ്പെടുകയില്ല. അവൻ ആയുസ് നേര് പറയാൻ പോവുകയാണ്, എൻ്റെ പേര് യാക്കോബ്. ദൈവം പറഞ്ഞു, ഈ പേരുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ ഒക്കത്തില്ല. നിന്റെ പേര് മാറണം, നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണം. നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നെങ്കിലേ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ ഒക്കത്തുള്ളൂ. അവന്റെ പേര് മാറി, അവൻ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. ദൈവം അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന് അതേ പിന്നെ അവനൊരു ഉളുക്കൊക്കെ കൊടുത്തു. അവന്റെ നടപ്പിന് വ്യത്യാസം വന്നു, അവന്റെ ജീവിതത്തിന് ആകെപ്പാടെ ഒരു മാറ്റം വന്നു. താൻ യാബോക്ക് കടവ് കടന്ന് അക്കരെ എത്തി അവരൊന്നിച്ച് പോകുന്ന ഒരു യാത്രയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ മനസ്സിൽ കിടക്കുന്ന വലിയൊരു ഭാരം, വലിയൊരു പർവ്വതമാകുന്ന കല്ലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഏശാവിനെ എങ്ങനെ ഫേസ് ചെയ്യും, അതാണ് വിഷയം. ഞാൻ ഏശാവിൻ്റെ ഒരിക്കൽ, അത് ഏശാവ് എന്നെ കണ്ടാൽ കൊല്ലാനുള്ള വാശിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ ചെയ്യുന്നറിയാമോ, താൻ കുറച്ച് പ്രതിഫലങ്ങൾ, സമ്മാനങ്ങൾ അതേ ഏശാവിൻ്റെ കൊടുക്കാൻ തക്കണം ഭൃത്യന്മാരുടെ കൊടുത്തുവിട്ടു. ഭൃത്യന്മാരുടെ കൊടുത്തിട്ട് പറയണം, നിന്റെ അനുജൻ യാക്കോബ് മടങ്ങി വരുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഇവർ ചെന്ന് അതേ ഏശാവിനെ കണ്ട് ഈ സമ്മാനങ്ങളെല്ലാം കൊടുത്തു. അതേ എന്നിട്ട് അവർ പറഞ്ഞു, നിന്റെ അനുജൻ യാക്കോബ് വരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഏശാവിന് വലിയ സന്തോഷമായി. ഫോറിൻ യാത്രയെല്ലാം കഴിഞ്ഞ് വരിക, 20 വർഷക്കാരല്ല, അതേ 16-ാമിലായിരുന്നു. അവിടുന്ന് ഈ യാത്രയെല്ലാം കഴിഞ്ഞ് വരിക. എൻ്റെ അനുജനെ കണ്ടിട്ട് 20 വർഷത്തോളമായി. കാണാനത്തെ ഏശാവിൻ്റെ പഴയ വൈരാഗ്യം എല്ലാം പോയി. അപ്പൊ ഏശാവ് പറഞ്ഞു, എൻ്റെ അനുജൻ വരുന്നെങ്കിൽ ഞാൻ 400 പേരുമായി അവനെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഈ വിവരം വന്ന് ഭൃത്യന്മാർ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ 400 പേരുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു. ഇത് കേട്ട ഉടനെ യാക്കോബിന്റെ മുട്ടുകൾ അടിപ്പോയി. കാരണം എൻ്റെ ജ്യേഷ്ഠൻ 400 പേരുമായിട്ടാണ് വരുന്നെങ്കിൽ എന്നെ കൊല്ലുവാനും എൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എടുക്കുവാനും എൻ്റെ സമ്പത്ത് മോഷ്ടിപ്പാനാണ് വരുന്നത്. ഈ ചിന്ത അവനെ വളരെയധികം വെപ്രാളത്തിലേക്ക് നടത്തിയപ്പോൾ അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ ആൾക്കാർ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, അത് എനിക്ക് ഓവർ ടൈം ഉണ്ട് എന്ന് പറയാറുണ്ട്. ഓവർ ടൈം ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് 127-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. നന്നാ രാവിലെ എഴുന്നേൽക്കുക, താമസിച്ച് കിടപ്പാൻ പോവുക, അതാ ഓവർ ടൈം. ഇന്നലെ തുടങ്ങിയതല്ല ഈ ഓവർ ടൈം. വളരെ വർഷം മുമ്പേ ഓവർ ടൈം ആരംഭിച്ചതാണ്. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെ സംബന്ധിച്ച്
യാക്കോബിന് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു. രാത്രിയും പകലും അവൻ ഓവർ ടൈം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. അവൻ പ്രാർത്ഥിക്കാനേ അവന് നേരമില്ല. ഇന്ന് പദ്യം പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഈ തിരമാല അടങ്ങിയിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് കടലിൽ ഇറങ്ങാൻ ഒക്കത്തില്ല. തിരമാല ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കടലിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കടലിലേക്ക് ഇറങ്ങും. നിന്റെ ചുറ്റുപാടെല്ലാം അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകാതെ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ശക്തനായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഈ യാക്കോബിന്റെ പ്രാർത്ഥന നമുക്ക് 3 വിഷയങ്ങളുണ്ട്. എനിക്ക് എന്താ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇവിടെ 1:15 20 മിനിറ്റ് ഉണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. 3 വിഷയങ്ങൾ നിങ്ങളത് ഏറ്റെടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ 3 വിഷയങ്ങൾ അടങ്ങിയിരിക്കണം. ഒന്നാമത് അവൻ പ്രാർത്ഥിച്ചത്, അവൻ മുട്ടുകൊട്ടി വിറച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ യാക്കോബിന് എങ്ങനെ സമയമുണ്ടായി? പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവൻ എങ്ങനെ സമയമുണ്ടായി? ജീവിതത്തിൽ കുറച്ച് പ്രതികൂലം അങ്ങോട്ട് വന്നു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതേ, തന്റെ ജീവിതത്തിൽ ഒരു ഭയാനകമായ പ്രശ്നങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാത്തവനും തന്നെ മുട്ടുകുടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കി തരാൻ ദൈവം ശക്തനാണ്. അല്പം പ്രതികൂലം കൊണ്ട് മുമ്പിൽ കൊണ്ടിട്ടാൽ മതി. ഇപ്പൊ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നീ നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരന്റെ അടുക്കലേക്കും മടങ്ങിപ്പോക എന്ന് ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. ഒന്നാമത് യാക്കോബ് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ വാക്കൊക്കെ പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തത്തെ കയറി ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ കയറി പ്രാർത്ഥിക്കാമോ, ഏതു വിഷയത്തിനും മറുപടി തരുവാൻ തക്കണം ദൈവശക്തന. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും, അതേ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, യാക്കോബ് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിക്കണം. എന്താ ദൈവം പറഞ്ഞ വാഗ്ദത്തം? നീ മടങ്ങിപ്പോ, ഞാൻ നിനക്ക് നന്മ ചെയ്യാം. അതാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നീയല്ല എന്നോട് പറഞ്ഞത്, ഞാൻ ആ 16 ഇരിക്കല്ലായിരുന്നോ? നീയല്ല എന്നോട് പറഞ്ഞത് നീ മടങ്ങിപ്പോ, ഞാൻ നിനക്ക് നന്മ ചെയ്യാമെന്ന്. ഇപ്പൊ നന്മയ്ക്ക് പകരം പ്രതികൂല വരുന്നത്. ഏശാവ് 400 പേരുമായി എന്നെ കൊല്ലാൻ വരുന്നു, നീ ഇത് കാണണമേ. ഇന്ന് പൽക്കാലം പ്രശ്നങ്ങളാൽ, പർവ്വത സമമാകുന്ന പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, സെരുബാബേൽ യെരൂശലേം പണിയാൻ യാത്ര ചെയ്തപ്പോൾ അവന്റെ മുമ്പിൽ വലിയൊരു പർവ്വതം നിൽക്കുന്നു. അവൻ നോക്കിയത് പർവ്വതത്തെ അല്ല, പർവ്വത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് രാത്രികാലം പർവ്വത സമമാകുന്ന പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നീ നോക്കേണ്ടത് പ്രശ്നങ്ങളെയല്ല, പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. സെരുബാബേൽ ഈ പർവ്വതം മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. അവനൊരു ശബ്ദം കേട്ടു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റും. ഇന്ന് രാത്രികാലം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുമ്പിൽ കാണുന്ന സകല പ്രശ്നങ്ങളെയും സമഭൂമിയാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. യാക്കോബ് ഇപ്പം പ്രാർത്ഥിക്കുകയാണ്, നീ പറഞ്ഞതാ എന്നോട് നന്മ ചെയ്യാമെന്ന്. ഇപ്പം നോക്കിയ തിന്മയാ വരുന്നത്. ദൈവത്തിന്റെ വാക്കൊക്കെ അവൻ പിടിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യാക്കോബ് ഇത്രയും വലിയ സൂത്രശാലി ആയിരിക്കുന്ന ഈ വ്യക്തി എത്ര പെട്ടെന്ന് അവൻ എങ്ങനെ തോന്നി ദൈവം പറഞ്ഞ വാക്കൊക്കെ പിടിക്കാൻ? നമ്മൾ പ്രാർത്ഥിക്കണം, ഞാൻ നിന്നെ അനാഥരായി വിടുകയായിരുന്നു വാക്ക് പറഞ്ഞ കർത്താവ്. നമ്മൾ ചിലപ്പോൾ അനാഥരാന്ന് തോന്നുകയില്ലേ? അന്നേരം പ്രാർത്ഥിക്കണം, ദൈവമേ, നീയല്ല പറഞ്ഞത് ഞാൻ നിന്നെ അനാഥയായി വിടുകയെന്ന്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ. ദൈവത്തിന്റെ വാക്കെ കയറി പിടിച്ച് പ്രാർത്ഥിക്കണം. ആരും എന്നോട് ഇരിക്കാനില്ലെന്ന് തോന്നുമ്പോൾ, ദൈവമേ, നീയല്ല എന്നോട് പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. ദൈവത്തിന്റെ വാക്കെ കയറി പിടിച്ച് പ്രാർത്ഥിക്കാമോ? മറുപടി ഉടൻ നിശ്ചയമാണ്. ഞാൻ 56 വർഷമായി പാസ്റ്ററായിട്ട്. ഞാൻ 18ാമത്തെ വയസ്സിൽ ഞാൻ പാസ്റ്ററായതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ വാക്കുകളെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് മറുപടി തരും. ഇന്ന് രാത്രികാലം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഞാനത് തെളിയിക്കാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ
അവിടെ വായിക്കാൻ തക്ക സമയമില്ല. അവിടെ യാക്കോബിനെ വാളുകൊണ്ട് വന്നു. യാക്കോബിനെ വാളുകൊണ്ട് വന്നത് ജനത്തിന് ഇഷ്ടമായി. പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ 16 പടയാളുടെ ഇടയിൽ അവനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിന്നീട് ഭാഗം വായിച്ചു നോക്കുക. നന്നാല് ചേവയോ പത്രോസിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന അടുത്ത വാചകം, പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് കിടന്നുറങ്ങി. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതുപോലെ തന്നെ ഹേരോദാവ് പത്രോസിനെ വാളുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. ഈ വിവരം പത്രോസ് അറിഞ്ഞു. പത്രോസ് എന്ത് ചെയ്തു? ഉറങ്ങി. ദൈവത്തിന് എങ്ങനെ ഉറക്കം വരും? നാളെ എന്റെ തല വെട്ടാൻ പോകാന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളെ ആസ്ട്രേലിയ എന്ന് പറഞ്ഞ് വിടാൻ പോകാന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളെ ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വിടാൻ പോകാന്ന് പറഞ്ഞാൽ തലരാത്രി നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഉറക്കം വരത്തില്ല. നാളെ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലുവാൻ തക്കണം, അത് ജനത്തിന്റെ മുമ്പിൽ നിർത്തി കൊല്ലുവാൻ തക്കണം ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് കിടന്നുറങ്ങി. അതിന്റെ കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനി, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനി, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഞാൻ സ്നേഹിക്കുന്നു. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസിന്റെ ചങ്ക് പൊടിഞ്ഞു. വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഉടനെ പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവെ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഉടനെ കർത്താവ് ഒരു ദൂത് കൊടുത്തു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളിടത്ത് നടന്നു, എന്നാൽ നീ വയസ്സനായ ശേഷം മറ്റൊരുത്ത് നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ അവന്റെ മരണവിധം സൂചിപ്പിച്ചെന്ന. അവൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ തന്റെ ശരീരത്തെ നോക്കിയപ്പം അവൻ വയസ്സ് എഴുന്നേറ്റില്ല. അവൻ ഈ ദൂത് ഓർത്തു. ഇവൻ ദൂത് കേട്ട കുറിച്ച് കേട്ടോ, കർത്താവ് തിബിരോസ് കടലിന്റെ തീരത്ത് വെച്ച് പത്രോസിനോട് പറഞ്ഞ ദൂത്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളിടത്ത് നടന്നു, എന്ന വയസ്സനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിന്റെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അവൻ ജയിലിൽ കിടന്ന് ഈ വാക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, ഓർക്കുന്നുണ്ടോ തിബിരോസ് കടലിന്റെ തീരത്ത് വെച്ച് നീ എന്നോട് പറഞ്ഞതാ, നീ വയസ്സനായ ശേഷം മരിക്കത്തുള്ളൂ. ഞാനിപ്പോ വയസ്സായിട്ടില്ല. നീ എന്നോട് പറഞ്ഞ വാക്തത്വം ഓർത്തുകൊള്ളണം. യശയാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ ഓർപ്പിക്കുകയും. ദൈവം നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ഓർപ്പിക്കണം. ഇത് യാക്കോബ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അതേ പത്രോസും ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നോട് തിബിരോസ് കടലിന്റെ തീരത്ത് വെച്ച് പറഞ്ഞ വാക്തത്വം ഓർത്തുകൊള്ളണം, നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. സ്വർഗം ഞെട്ടിപ്പോയി ദൈവമക്കളെ. സ്വർഗത്തിന് പെട്ടെന്ന് ദൂതൻ കാരാഗ്രഹത്തിന് ഉള്ളറയിലേക്ക് കടന്നു വന്നു, പത്രോസിനെ തൊട്ടു. പത്രോസിന്റെ ചെങ്ങൽ അഴിഞ്ഞു മാറി, പത്രോസിന്റെ ബന്ധനങ്ങളെല്ലാം മാറി. എന്റെ കൂടെ വരാൻ പറഞ്ഞു, ഫോളോ മീ, എന്നോട് വരാൻ പറഞ്ഞു. ഒന്നാം വാതിൽ തന്നെ തുറന്നു. നീ വാതിൽ തുറക്കാൻ പോകണ്ട, നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ദൂതനുണ്ടല്ലോ, വാതിൽ തുറന്നുള്ളൂ, നീ കൂടെ പോയാൽ മതി. രണ്ടാം വാതിൽ തുറന്നു. മൂന്നാം വാതിൽ ഇരുമ്പ് വാതിലാണ്, അതും ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു. ഇന്ന് രാത്രികാലം നിന്റെ മുമ്പിൽ കാണുന്ന സകല തടസ്സങ്ങളെയും സകല പ്രതികൂലങ്ങളെയും മാറ്റിത്തരുവാൻ കഴിവുള്ളവനായ വലിയവനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ എന്തിനു ഭാരപ്പെടുന്നു? നിന്റെ മുമ്പിൽ കാണുന്ന പർവ്വതം, നിന്റെ മുമ്പിൽ കാണുന്ന വാതിലുകളുണ്ട്, എല്ലാം അടഞ്ഞെടുക്കുമ്പോൾ ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിനക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അതേ, ഗേറ്റ് തുറന്നു, വാതിൽ തുറന്നു, വെളിയിലേക്ക് പോയി. അവിടെ മർക്കോസിന്റെ ഭവനം പ്രാർത്ഥനാ ഭവനമായിരിക്കുകയാണ്, മറിയയുടെ ഭവനം. മറിയയുടെ മകനാണ് ഈ മർക്കോസ്. ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ഭാഗമെല്ലാം നമുക്കറിയാം, വിവരിപ്പാൻ തക്ക സമയമില്ല. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ചൈനയിൽ ഒരു ബുദ്ധമതക്കാരിയായ സ്ത്രീ രക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധൈര്യത്തിന് വേണ്ടിയും ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ബുദ്ധമതക്കാരിയായ പെൺകുട്ടി, ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു. ഒരു 6-7 വയസ്സുള്ള ഒരു കുഞ്ഞ് അവർക്കുണ്ട്. ഇവൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ ഭർത്താവെതിരെ, വീട്ടുകാരെതിരെ, നാട്ടുകാരെതിരെ, അവളുടെ വീട്ടുകാരെതിരെ, ഇവക്ക് ഒരു സ്വസ്ഥതയുമില്ല. പക്ഷെ ഇവള് വലിയ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നതായിരുന്നു. തന്റെ കുഞ്ഞിന് പലപ്പോഴും അസുഖം കടന്നു വരും, ഇവള് പ്രാർത്ഥിക്കും, സൗഖ്യമാവും. ഒരു ദിവസം കുഞ്ഞിന് പനി വന്ന് കൂടിയപ്പോൾ ഭർത്താവ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച എന്റെ യേശു കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആ യേശു ഇന്ന് ജീവിക്കുന്നു.
യേശു സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അതേ ഇവള് പ്രാർത്ഥിച്ചു, 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞ് മരിച്ചുപോയി. ഈ ഭർത്താവുണ്ടല്ലോ കുപിതനായിട്ട് പറഞ്ഞു, ഈ ഡെഡ് ബോഡി അടക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് ഈ ഡെഡ് ബോഡി എടുത്ത് അവളുടെ തോളി വെച്ചു. അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവൾ ഈ ഡെഡ് ബോഡി എടുത്ത് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നടന്ന സംഭവമാണ് ചൈനയിൽ. അവൾ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് നടന്നു പോവുകയാണ്. അവള് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്നെ ഞാൻ അംഗീകരിച്ച അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ പ്രതികൂലമാണല്ലോ. കർത്താവെ, ഇതുവരെ ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എല്ലാം നീ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ നീ എന്റെ പ്രാർത്ഥന കേട്ടില്ല. അവള് ഒരു നദിയുടെ തീർക്കെന്ന് ഈ ഡെഡ് ബോഡി അവിടെ കിടത്തിയിട്ട് അവള് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അങ്ങേ സ്വന്തം ഇഷ്ടാവായി സ്വീകരിച്ചതിനാൽ എന്റെ ഭർത്താവ് എന്നെ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, വീട്ടുകാർ കൈവിട്ടു, എന്റെ വീട്ടുകാർ കൈവിട്ടു. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞും മരിച്ചുപോയി. ഇനി എനിക്ക് ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് ആ പാലത്തിന്റെ മുകളിൽ കയറി. അതിന്റെ നദിയുടെ മുകളിൽ കൂടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ മുകളിൽ കയറി, കർത്താവെ, എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്യാൻ നദിയിലേക്ക് അങ്ങോട്ട് ചാടാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു, മമ്മി എന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ തന്റെ മരിച്ച കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇവളെ പാലത്തിന് ഒരൊറ്റ ചാട്ടം ചാടി പൈതലിനെ ചെന്ന് എടുത്ത് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൾ ആ ജീവനുള്ള കുഞ്ഞുമായി ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് വന്നു. കുഞ്ഞിനെ നടത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ ചെന്ന് വാതിക്ക മുട്ടിയപ്പോൾ ആരും തുറക്കുന്നില്ല. ഈ കുഞ്ഞവിടെ നിന്നുകൊണ്ട് ഡാഡി എന്ന് വിളിച്ചു. ഡാഡി കെട്ടി ഞാൻ തുടങ്ങിയായിരുന്നു. കയറ് കഴുത്തരിടാൻ തുടങ്ങിയപ്പോഴാണ് ഡാഡി എന്നുള്ള ശബ്ദം കേട്ടത്. പെട്ടെന്ന് കയറവിടെ ഇട്ടിട്ട് ഓടി വന്ന് കഥ തുറന്നപ്പോൾ തന്റെ ജീവനുള്ള കുഞ്ഞും തന്റെ ഭാര്യ അവിടെ നിൽക്കുന്നു. അപ്പോൾ സംഭവിച്ച കാര്യം ഭാര്യ തുറന്നു പറഞ്ഞു, ഇതാണ് എന്റെ യേശു, ജീവിക്കുന്ന എന്റെ യേശു. ആ ഭർത്താവ് ആ ഭാര്യയുടെ മുൻപിൽ വീണിട്ട് പറഞ്ഞു, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, നിന്റെ ദൈവത്തെ ഞാനും അംഗീകരിക്കുന്നു. അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ അവർ ചൈനയിൽ വലിയൊരു പ്രവർത്തനം നടത്തി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പോയിന്റ് പറയാനുള്ള സമയമുള്ളൂ. രണ്ടാമത്, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. അപാത്രം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രാപിപ്പാൻ തക്കൊണ്ണം ഞാൻ യോഗ്യതയുള്ളവനല്ല. ഇന്ന് രാത്രികാലം രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മയെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒന്നാമത്, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, നമ്മുടെ ഒന്നുമില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ കുറെ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് അവതരിപ്പിച്ചു. ഞാൻ ഇവനെ പോലെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചെന്താ, മഹാപാപിയായ എന്നോട് മനസ്സറിയണമേ. അവന്റെ പ്രാർത്ഥന കേട്ടു. നിനക്കൊന്നും പറയാനില്ല, നീ ഒരു പാപിയാൻ സമ്മതിക്ക്, കർത്താവെ ഞാൻ കുറവുള്ളവനെ സമ്മതിക്ക്. നിന്റെ ഒന്നുമില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യമുണ്ട്. ഇനി മൂന്നാമത്തെ വിഷയം, ഒരു വടിയോട് മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. അത് വലിയ ഒരു വാചകമാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു, ഇപ്പോൾ നീ എന്നെ 2 കൂട്ടമാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയിൽ 3 വിഷയം അടങ്ങിയിരിക്കട്ടെ. 1, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. 2, നിന്റെ ഒന്നുമില്ലായ്മയെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 3, ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ ശക്തനായ ദൈവം ഈ രാത്രികാലം നമ്മുടെ മധ്യമുണ്ട്. മഹാനായ കെ എബ്രഹാം സാറ് തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മത്തായി എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ, തനിക്ക് 7-8 പിള്ളേരുണ്ട്, ഒരു റബ്ബർ വെട്ടുകാരനാണ്. അത് കൂലിവേല ചെയ്തുകൊണ്ടാണ് വീട് പുലർത്തിക്കൊണ്ട് വന്നത്. താൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണുണ്ണി സാറിനെ വരുത്തി ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനം. ആ ഉണ്ണുണ്ണി സാറിനെ വരുത്തി കൺവെൻഷൻ നടത്താൻ താൻ പന്തെടുത്തു. അന്ന് ഉണ്ണുണ്ണി സാർ കെ എബ്രഹാം ശക്തിയോടെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം കൺവെൻഷൻ നടത്തി അനേക ആൺമാക്കൾ രക്ഷിക്കപ്പെട്ടു. ഈ മത്തായി അപ്പച്ചന്റെ വീട്ടിൽ ഒരു ചെറ്റക്കുടിലാണ്. ആ ചെറ്റക്കുടിൽ അതേ ഉണ്ണുണ്ണി സാറിനെ അവിടെ കിടത്താൻ സൗകര്യമില്ല. അത് ചാണം വെളിയ വീട്, ഓലപ്പര, മഴ പെയ്ത വെള്ളം മുഴുവൻ അകത്ത്, ഇരിക്കാൻ കുറണ്ടിപ്പല. അദ്ദേഹം വേറൊരു കട വാടകയ്ക്കെടുത്ത് ആ കടയിൽ ഒരു കട്ടിൽ 600 മേടിച്ച് അവിടെ ഒരുക്കി ഉണ്ണുണ്ണി സാറിനെ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കുറണ്ടിപ്പല എടുത്ത് ഊണ് കൊടുക്കുക, അവിടെ കൊണ്ട് താമസിപ്പിക്കുക.
അങ്ങനെ ഉണ്ണി സാറിനെ അനേക ആത്മാക്കൾ ഇന്ന് രാത്രിക്കാലം രക്ഷിക്കപ്പെട്ടു. വീട്ടിൽ കൊണ്ടുവന്ന് കൊരണ്ടി പല ഇരുത്തി ആഹാരം കൊടുത്ത സമയത്ത് മത്തായിച്ച പറഞ്ഞു, അപ്പച്ച സാറപ്പച്ചൻ ഇവിടെ അല്ല കിടക്കുന്നത്, ഞാൻ മനോഹരമായ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഉടനെ ഉണ്ണുണ്ണി സാറ് പറഞ്ഞു, മത്തായിച്ചൻ അങ്ങനെ പറയരുത്, ഇന്ന് രാത്രി മത്തായിച്ചൻ സെറ്റക്കൂടി ഞാൻ കിടക്കും. ഉടനെ മത്തായിച്ചൻ പറഞ്ഞു, സാറങ്ങനെ പറയരുത്, മഴ പെയ്താൽ വെള്ളം മുഴുവൻ വീഴും. ഇല്ല മത്തായിച്ച, ഇന്ന് രാത്രി കാലം മത്തായിച്ചന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങും. ഒരു തഴപ്പ എടുത്തു കൊടുത്തു. അതെ, ഒരു തലേണ ഇല്ല, ഒരു അഴുക്കൊരു തലേണ എടുത്തു കൊടുത്തു. ഉണ്ണൻ സാർ ആ രാത്രി ഉറങ്ങിയില്ല. അന്ന് രാത്രിയിൽ തൽക്കാരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ മത്തായിച്ചന്റെ കുടിൽ ഒരു കൊട്ടാരമാക്കി മാറ്റണമേ. ഈ മത്തായി അപ്പച്ചൻ താന് കൂലിപണി ചെയ്ത് തന്റെ മക്കളെ വെളിരാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. വെളിരാജ്യങ്ങളിൽ പോകാൻ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സായി. തന്റെ ഭവനം ഒരു കൊട്ടാരമായി മാറി. ഈ മക്കളെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നൊരു സമയമുണ്ട്. അന്ന് ആരാധനയ്ക്ക് വേണ്ടി മത്തായിച്ചൻ സാക്ഷി വരാൻ എഴുന്നേക്കും. പ്രായം ചെന്ന് വൃദ്ധനായി, നടക്കാൻ വയ്യ. താൻ എഴുന്നേറ്റ് പറയും, പ്രിയമുള്ളവരെ, ഞാനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു. ഇത്ര സമയത്ത് മകനായ ഉണ്ണുണ്ണി സാർ എന്റെ വീട്ടിൽ ചെറ്റക്കുടിയിൽ ഞാൻ കൊടുത്ത തഴപ്പായ 2 കാലും മുഴക്കാൻ പറക്കി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. എന്റെ ചട്ടക്കുടിൽ കൊട്ടാരമായി മാറി. ഒന്നുമില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പൈതലെ ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. 3 വിഷയം. 1, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. 2, ഒന്നുമില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 3, ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എന്റെ പ്രസംഗം 1.5 മണിക്കൂറത്തെ പ്രസംഗമാണ്. ഞാൻ ഇത് നീട്ടുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹരിപ്പാട്ടിൽ നിന്ന് ലിജി ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. അവൻ മുഖമൊരു നാളും ലജ്ജിക്കയില്ല. അവർ ബലം പ്രാപിക്കും, ശക്തി പുതുക്കിയിടുമേ. അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ. അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ. യേശുവേ നോക്കി ഞാൻ അനുദിനം യാത്ര ചെയ്യും. യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ. യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ. അവർ മുഖമൊരു നാളും ലജ്ജിക്കയില്ല. അവർ ബലം പ്രാപിക്കും, ശക്തി പുതുക്കിയിടുമേ. അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ. അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ. ക്രൂശിനെ നോക്കി ഞാൻ അനുദിനം യാത്ര ചെയ്യും. ക്രൂശിൻ വചനത്താൽ ശക്തിയെ പുതുക്കിയിടുമേ. കർത്തനുണ്ട്.
നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ അവർ മുഖമൊരു നാളും ലജ്ജിക്കയില്ല അവർ ബലം പ്രാപിക്കും ശക്തി പുതുക്കിയിടുമേ അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ വചനത്തിൻ പാതയിൽ മാറാതെ ഓടിടുമേ വചനത്തിൻ ശക്തിയാൽ ബലത്തോടെ മുന്നേറിടും ഭൂവിലാരെല്ലാം എന്നെ മറന്നാലും കരുതലിൻ കരത്താൽ പാലിക്കുമേ ഭൂവിലാരെല്ലാം എന്നെ മറന്നാലും കരുതലിൻ കരത്താൽ പാലിക്കുമേ യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ അവർ മുഖമൊരു നാളും ലജ്ജിക്കയില്ല അവർ ബലം പ്രാപിക്കും ശക്തി പുതുക്കിടുമേ അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ നിറഞ്ഞിടുമേ നിത്യത നോക്കി ഞാൻ കൃപയാലെ ഗമിച്ചിടുമേ നിത്യനാം ദൈവത്തിൻ ശരണം ഞാൻ പ്രാപിക്കുമേ പർവ്വതസമാശോധനയിൽ പതറാതെ നിർത്തുവാൻ കർത്തനുണ്ട് പർവ്വതസമാശോധനയിൽ പതറാതെ നിർത്തുവാൻ കർത്തനുണ്ട് യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ യേശുവെ നോക്കിടുന്നോ പ്രശോഭിതരായിടുമേ അവർ മുഖമൊരു നാളും ലജ്ജിക്കയില്ല അവർ ബലം പ്രാപിക്കും ശക്തി പുതുക്കിടുമേ അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ അവർ ആത്മാവിൽ നിറഞ്ഞിടുമേ. താങ്ക് യു ലിജി. ഫെബിയ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിമനോഹരമായ ഗാനമായിരുന്നു. ദൈവം അനുസാരം വീണ്ടും നമുക്ക് കാണാം.